ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ചോളം ഉണ്ടല്ലോ, ചോളം കൊണ്ടുള്ളൊരു പുട്ടും അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ളൊരു കറിയാണ് കാണിക്കുന്നത്. ഇവിടെ നിറപറയുടെ ചോളപ്പുട്ടുപൊടി കണ്ടപ്പോ ഒന്ന് വാങ്ങിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ ആവശ്യത്തിനുള്ളേ ആ പൊടി അങ്ങോട്ട് എടുത്തു. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് നോക്കി. ഇത് കുഴയ്ക്കുന്ന രീതി എങ്ങനെയെന്ന് അധികം വശമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. അടച്ചു വെച്ചപ്പോഴേക്കും പൊടി നല്ലവണ്ണം ഡ്രൈ ആയിട്ട് അങ്ങോട്ട് പോയി. അരിപ്പുട്ടൊക്കെ കുഴച്ചെടുക്കൂലേ, അതേ സ്റ്റൈലിൽ തന്നെ കുഴച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം, അത് എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. അത് രണ്ടാമത് ഇതേപോലെ തന്നെ ഒന്ന് കുഴച്ചിക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യമൊക്കെ കുഴച്ചിട്ടാണ് പൊടി ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയത്. ഒഴിച്ചു കൊടുക്കണ വെള്ളേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ കറി ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നാടൻ മധുരക്കിഴങ്ങൊന്നുമല്ല, ഇവിടെ സൗദി അറേബ്യയിൽ കിട്ടുന്ന ഒരു മധുരക്കിഴങ്ങാണ്. യമനാണോ ഈജിപ്ഷ്യനാണോ എന്നറിയില്ല. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് നുറുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടണ മധുരക്കിഴങ്ങിൻ്റെ അത്രയൊന്നും സ്വാദ് ഇതിനില്ല കേട്ടോ കൂട്ടുകാരെ. ഈ പുട്ടിൻ്റെ പൊടി ഒരു 3 പ്രാവശ്യത്തോളം കുഴച്ച് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് റെഡിയാക്കിയപ്പോഴേ ഏകദേശം ഒന്ന് റെഡിയായത്. അപ്പം ഞാനതൊരു പുട്ടുകുടത്തിലാക്കിയിട്ടേ അതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ പുട്ട് അവിടെ റെഡി ആകുമ്പോഴേക്കും മധുരക്കിഴങ്ങ് കറി വെക്കാനുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കുകയാണ്. അപ്പം അതിന് 2 പച്ചമുളക്, അല്ല 2 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പുട്ട് അങ്ങോട്ട് റെഡിയായി വന്നു, പക്ഷെ സംഗതി പാളിപ്പോയി. കാരണം ആദ്യത്തെ ഒരു ലെയറിലേക്ക് ആവി കയറിയിട്ട് പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് ആവി കയറണില്ല. കാരണം അത് ആ പൊടി അങ്ങനെ തന്നെ ഉണ്ട്. ആ പൊടിയുടെ പച്ചപ്പ് പോലും മാറാണ്ടാണ് വന്നത്. അപ്പം ഞാൻ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാനായിട്ട് ഒന്നും കൂടിയും വെച്ചേ. അപ്പോഴേക്കും ആ കറിക്കുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു. അത് നുറുക്കി വെച്ച സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് അങ്ങോട്ട് ചേർത്തു, സവാളയും അങ്ങോട്ടൊന്ന് വാട്ടിയിട്ടേ ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വാട്ടി അങ്ങോട്ട് എടുത്തു. ഏകദേശം ഒന്നങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്തിട്ടെ അതൊന്നും കൂടി അങ്ങോട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി അതൊന്ന് നല്ലവണ്ണം അങ്ങോട്ട് ഒന്നും കൂടിയും വഴറ്റിയെടുത്തു. അത് വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ആ കട്ട് ചെയ്ത് വെച്ച മധുരക്കിഴങ്ങുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടെ അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു അതൊന്ന് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോൾ രണ്ടാമത്തെ വട്ടം പുട്ടും റെഡിയായി. പക്ഷേ അതേപോലെ തന്നെ ആദ്യത്തെ ഒരു ലെയറിൽ ആവി കയറിയത് റെഡിയാവുന്നുണ്ട്, അടുത്ത ലെയറിലേക്ക് ആവി കയറണില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും കൂടി അതൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നനച്ചിട്ടേ ഒരു ഇഡ്ഡലിത്തട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് ഓരോ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് ഒന്ന് ആവി കയറ്റി അങ്ങോട്ട് എടുത്ത് ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടി. ഇപ്പോൾ ചോളത്തിൻ്റെയൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ അരിപ്പുട്ടുണ്ടാക്കണ പോലെ അത്രയ്ക്ക് എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവി പെട്ടെന്ന് അതിലേക്ക് കിടക്കില്ല. ആദ്യത്തെ ഒരു ലെയറിലേക്ക് ആവി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആവി കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കണം, മറ്റേ പുട്ടുകുറ്റിയിലൊക്കെ ആണെങ്കിൽ. ഇഡ്ഡലിത്തട്ടിൽ ഓരോ തട്ടിലും കുറേശ്ശെ ഇട്ടെടുത്തപ്പോഴേക്കും കറക്റ്റായിട്ട് ആവി കയറി നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ വെന്ത് ആ കറി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലേ ചോളത്തിൻ്റെയൊക്കെ പുട്ടുണ്ടാക്കാനായിട്ട്? പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. പക്ഷെ അവസാനം ഇഡ്ഡലിത്തട്ടിൽ ഇട്ട പുട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേ.